ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഗൈസ്, ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഫോണില്ലെന്ന് വെച്ചാൽ അച്ഛനമ്മയും ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. ഇത് എൻ്റെ അമ്മയുടെ ഫോണാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇപ്പോഴാണ് ഞാനൊന്ന് വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. സോ മിക്കവാറും ഈ ഒരു വീഡിയോ ഇത്തിരി ഡിലേ ആവും വരാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി വ്ളോഗാണ്. കുറേ പേര് എന്നെ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കുന്നതെന്നുള്ള നമ്മൾ വ്ളോഗ് ഇട്ടപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്, താങ്ക്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അപ്പോൾ അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുള്ളായിട്ടിരുന്ന് കാണാം. എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഗ്രാമർ നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്നൊക്കെ സെറ്റാക്കി തരാം മീൻസ് എനിക്ക് ഗ്രാമർ അങ്ങനെ ഫുള്ളായിട്ടൊരു ഇതില്ല, അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി സജഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ തന്നെ ഫുള്ളായിട്ടിരുന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ കുറേ പേര് തന്നെ നമ്മളോട് ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി വ്ളോഗ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ദ മെയിൻ റീസൺ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ഹാപ്പി. നിങ്ങളിതുപോലത്തെ എന്താ പറയുക വീഡിയോ അപ്ലോഡ് ആക്കൂ, ഇതിങ്ങനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപാട് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് തോന്നിയത് കാര്യം. ഓക്കെ ഗൈസ്, എന്തായാലും ഇനി നമ്മൾ താങ്ക്ഫുൾ ഒന്നും പറഞ്ഞ് നിൽക്കുന്നില്ല. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി പലരും വെയിറ്റിംഗ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇത്തിരി സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലെങ്ത് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡിലാണ് എന്താ പറയുക ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് മാത്രമല്ല, സ്പീഡാക്കിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ ഗൈസ്, ഞാൻ ഇത്തിരി സ്റ്റഡി പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഇത് ഫുള്ള് നമ്മളിന്ന് ഫിനിഷ് ആക്കിയിട്ടേ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇതൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ A+ ഉറപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ലേറ്റായിപ്പോയി ഞാൻ വീഡിയോ എടുത്തിട്ട്. ഫോണൊക്കെ ഇത്തിരി പ്രശ്നമായിട്ട് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെ ശരിയാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത് ചാപ്റ്റർ റീഡിംഗ് ആണ്. നന്നായിട്ട് തന്നെ ചാപ്റ്റർ വായിക്കുക. അതുമാത്രമല്ല തേർഡ് ടൈമിലെ ചാപ്റ്റേഴ്സും മെയിനായിട്ടൊന്ന് വായിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ സെക്കൻഡ് ടൈമിലൊക്കെ വായിക്കാൻ മടിയാണ്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തേർഡ് ടൈമിലെ ചാപ്റ്റേഴ്സ് മാത്രം വായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചാപ്റ്റേഴ്സ് എടുക്കണതിൻ്റെ ക്ലാസ് കേൾക്കുക കേട്ടോ. അതായാലും മതി. മടിയുള്ളവർ അങ്ങനെയുള്ള ഒരു ക്ലാസ് കേട്ടാലും മതി കേട്ടോ. ഇപ്പോൾ ഞാൻ വായിക്കുന്നത് ടോയ് ടു ടീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇങ്ങനെ ഇടയ്ക്കിടക്കാണ് ഞാൻ വീഡിയോ ഓൺ ആക്കുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരുമിച്ച് വായിക്കുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടക്കാണ് ഞാൻ വീഡിയോസ് ഓൺ ആക്കണത്. അപ്പം ഈ ഒരു ചാപ്റ്റർ ഞാൻ ഇപ്പോൾ വായിച്ച് തീർന്നിട്ടുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വൺ വേർഡ്സും എഡിറ്റിങ്ങും വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പോയിൻ്റ് തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സ്പീഡിലാണ് ഞാൻ ഇത്തിരി എടുത്ത് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ലാഗ് അടിക്കും കേട്ടോ. അല്ലെങ്കിൽ രണ്ടാമത്തേന്ന് പറയുന്നത് വേറൊന്നുമല്ല, സൈലും ഇതുപോലത്തെ സോഷ്യൽ മീഡിയാസ് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ മെറ്റീരിയൽസ് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷിലെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇന്നലത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ചാപ്റ്റർ റിവിഷൻ. അതിൽ ഞാൻ കുറേയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ബാക്കി കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതുകൂടി കണ്ടിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ എഴുതിയെടുക്കുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞു തരുമോ ഇവർ. അപ്പോൾ അതാണ് ഞാൻ എഴുതിയെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഹാൻഡ് റൈറ്റ് ഭയങ്കര ഇതാണ് കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് എഴുതിയെടുക്കുമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈം അത്രക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് സ്പീഡിൽ എഴുതിയെടുക്കുകയാണ്. പിന്നെ ആണെങ്കിൽ സാറ് ഭയങ്കര ലാഗാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിലിട്ടൊക്കെ കണ്ടു. ഇനിയിപ്പം നിങ്ങൾക്ക് ആ ഒരു ഫോൺ കിട്ടില്ലെങ്കിൽ നിങ്ങളിതുപോലത്തെ ട്യൂഷൻ മെറ്റീരിയൽസോ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റും നോട്ടായാലും റെഫർ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. നമുക്കിങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇത് തന്നെ വേണമെന്ന്. സോ ടെസ്റ്റോ നോട്ടോ നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ആൻഡ് എൻ്റെ ട്യൂഷൻ ബുക്കിലുള്ള നോക്കിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. അതിൽ ഭയങ്കര ഷോർട്ടാക്കിയും പിന്നെ മനസ്സിലാവണ വിധത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചത് പഠിക്കുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കുകയും പഠിക്കുക എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. എനിക്കത് എല്ലായ്പ്പോഴും തോന്നാറുണ്ട്, നല്ല കഷ്ടപ്പാടാണ്. എന്നാലും വീഡിയോസ് നമുക്ക് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കുന്നത് കേട്ടോ, ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പം ഞാനങ്ങനെ കൈ കൊണ്ട് ആനം കാട്ടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കുന്ന ടൈമിൽ അങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോർമാറ്റാണ്.
എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ഇല്ല, ഇത്തിരി മിസ്സിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം ഫോർമാറ്റ്സൊക്കെ. ഇമെയിൽ മിസ്സിങ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ, ബാക്കിയെല്ലാവരും ഉണ്ട്. ക്യാരക്ടർ സ്കെച്ചിൽ നമ്മൾ ഹെഡിങ് ആയിട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബെത്താനി ഹാമിൽട്ടൺ എന്ന് കൊടുക്കുക. ബെത്താനി ഹാമിൽട്ടൺ മീൻസ് ആ ഒരു ക്യാരക്ടർ സ്കെച്ച് ആയതുകൊണ്ടാണ് കേട്ടോ. അവിടെ ഏത് ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചിട്ടുള്ളത് അത് നോക്കാം കേട്ടോ. പിന്നെയാണെങ്കിൽ നരേഷനിൽ ഹെഡിങ് ആയിട്ട് നരേഷൻ കൊടുക്കണം. പിന്നെ നമ്മൾ നരേറ്റ് ചെയ്യണ പോലെ വേണം എഴുതാനായിട്ട്, എന്ന് വെച്ചാൽ ഐ മൈ ഒക്കെ യൂസ് ചെയ്യണം. പിന്നെ ആർട്ടിക്കിളിൽ ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുക്കണം. ഒരു ഇൻട്രൊഡക്ഷനും ബോഡിയും പിന്നെ കൺക്ലൂഷനും കൊടുക്കണം കേട്ടോ. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി, ഞാനിപ്പോൾ സ്പീഡായിട്ട് കാട്ടണം എന്നുള്ളൂ. നോട്ടീസിൽ നമ്മൾ ഇതൊക്കെയാണ് കൊടുക്കേണ്ടത്, സ്കൂളിൻ്റെ പേര്, പിന്നെ സബ്ജക്റ്റ്, ഫ്രണ്ട്സ് എന്താണെന്ന് വെച്ചാൽ എഴുതിയെടുക്കാം കേട്ടോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഡേറ്റും സെക്രട്ടറിയും SD-യും കൊടുത്താൽ മതി. സ്റ്റോപ്പ് ചെയ്ത് എഴുതിയെടുക്കാം കേട്ടോ. പിന്നെ സ്പീച്ചിനാണെങ്കിൽ നമ്മൾ ഹെഡിങ് ഒന്നും കൊടുക്കണ്ട, ഹെഡിങ് സ്പീച്ച് എന്ന് കൊടുക്കുക. എന്നിട്ട് റെസ്പെക്റ്റ് ടീച്ചേഴ്സ് ഡിഗ്നിറ്ററീസ് ഓൺ ദ സ്റ്റേജ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് വീഴും, അത് നോക്കുക. പിന്നെ പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ആൻസർ ഇതുപോലെ എഴുതണം കേട്ടോ. നമ്മൾ നോക്കണം, ഇയറിൻ്റെ മുമ്പിൽ ഇന്നും ഡേറ്റിൻ്റെ മുമ്പിൽ ഓണും കൊടുക്കണം. പിന്നെ വാസും ഓണൊക്കെ എവിടെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കണം. അതൊക്കെ നമ്മുടെ ഇന്നത്തെ ലൈവിൽ സൈലത്തിൻ്റെ ലൈവിൽ പറയുന്നുണ്ടാവും, അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്രിസിയേഷൻ്റെ ഹെഡിങ് ആയിട്ട് അപ്രിസിയേഷൻ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ എഴുതുക, ബോഡി എഴുതുക, കൺക്ലൂഷൻ എഴുതുക കേട്ടോ. പിന്നെയാണെങ്കിൽ ലെറ്ററാണ് ചോദിച്ചിട്ടുള്ളത്. ലെറ്റർ എന്ന് പറയുമ്പോൾ ഇതുപോലെ കൊടുക്കുക കേട്ടോ, നെയിമും പ്ലേസും നമ്മുടെ ഡേറ്റും കൊടുക്കുക, ഇതുപോലെ കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് എഡിറ്റർ വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ സബ്ജക്റ്റ് കൊടുക്കണം, റെസ്പെക്റ്റഡ് കൊടുക്കണം. ആരാന്ന് വെച്ചാൽ സാറിനാണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്ന് കൊടുക്കുക. സിൻസിയർലി നമ്മുടെ പേരും സ്ഥലവും പേരും കൊടുത്തിട്ട് അവസാനിപ്പിക്കുക കേട്ടോ. വേറെ എന്തൊക്കെയാണ് ഗൈസ് ഫയൽ വന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അവസാനിപ്പിക്കാം. ഇതെന്ന് പറയുന്നത് ന്യൂസ് റിപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി. ന്യൂസ് റിപ്പോർട്ടിന് ഹെഡിങ് കൊടുക്കണം, നല്ല അട്രാക്റ്റീവ് ഹെഡിങ് കൊടുക്കുക. പിന്നെ സ്ഥലവും ഡേറ്റും കൊടുത്തിട്ട് 2 കുത്തിട്ടിട്ട് വേണം നമ്മൾ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയാണെങ്കിൽ ഇന്നത്തെ എക്സാമിനേഴ്സിൻ്റെയും റിപ്പോർട്ടിൻ്റെയും സൈലത്തിൻ്റെ ലൈവ് ഒന്നും മറക്കരുത്, എല്ലാവരും ഒന്ന് കാണാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറേ നമുക്ക് കിട്ടും, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാം. പിന്നെയാണെങ്കിൽ ഡയറി എൻട്രി ആണ് കേട്ടോ. ഡയറി എൻട്രി എന്ന് പറയുമ്പോൾ ഡേറ്റ് കൊടുക്കുക, പിന്നെ ഏത് ദിവസമെന്ന് കൊടുക്കുക, ഫ്രൈഡേ കൊടുക്കുക, ആൻഡ് അൺഫോർഗറ്റബിൾ ഡേ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണേലും കൊടുക്കുക. ആ ഒരു ഞാൻ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് ഇല്ലേ, ആൻഡ് അൺഫോർഗറ്റബിൾ ഡേ, അത് നമുക്ക് ഏത് സന്ദർഭത്തിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളത് അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തത് ആൻസർ ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ രാത്രി കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ആക്കുന്നതായിരിക്കും, നിങ്ങളതൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ആണെങ്കിൽ അടുത്തതുള്ളത് ലാസ്റ്റ് എന്ന് പറയുന്നത് ഓതറാണ് കേട്ടോ. ഓതറിൻ്റെ നെയിംസ് ആണ്, അത് നിങ്ങൾക്കറിയാലോ എങ്ങനെയാണെന്ന്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഓതേഴ്സിൻ്റെ നെയിംസാണ്. ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്തിരി സ്പീഡാക്കാൻ കാരണം നല്ല ലാഗാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് എഴുതിയെടുക്കുക. ഓക്കെ ഗൈസ്. പിന്നെ ആണെങ്കിൽ ഇമെയിൽ നമ്മൾ രാത്രി ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ സൈലത്തിൻ്റെ ഒക്കെ ലൈവ് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടും, ഇതിനേക്കാളും കൂടുതൽ കിട്ടും. ഗ്രാമർ സെക്ഷനും സൈലത്തിൻ്റെ ലൈവ് നോക്കിയാൽ മതി. പിന്നെ ഇതുപോലത്തെ ഓതേഴ്സിനെ നെയിം പഠിക്കാനായിട്ട് മറക്കരുത്, എല്ലാവരുടെയും തന്നെ പഠിച്ചു വയ്ക്കുക. 3rd ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഗൈസ് ഈ ഒരു ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി വ്ളോഗിലുള്ളത്. എല്ലാവരും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അധികമൊന്നും, പക്ഷേ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ സൈലത്തിൻ്റെ ലൈവ് ഒന്നും മറക്കരുത്, ഗ്രാമർ സെക്ഷനൊക്കെ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ എല്ലാവരും നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഇംഗ്ലീഷ് എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലെ തന്നെ പഠിച്ചു പോവാം. ഇംഗ്ലീഷിന് ഒരു ടെൻഷനും വേണ്ട. ഇംഗ്ലീഷ് നമുക്ക് ഒഫീഷ്യൽ ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ആ ഒരു കറേജിൽ പോയി എഴുതുക. അതുപോലെ തന്നെ കുറേ പേർക്ക് പേടിയാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യലിനും ബയോളജിക്കും ഒക്കെ. ഒരു പേടിയും വേണ്ട, നമ്മൾ പഠിക്കുക, പോയി അറ്റൻഡ് ചെയ്യുക എക്സാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഇംഗ്ലീഷ് എക്സാമിനേഷൻ. ആൻഡ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം.
കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പോസ്റ്റായിട്ട് ഇങ്ങനെ വരില്ലേ, അതാണ് കമ്മ്യൂണിറ്റി. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ പോയി നോക്കുമ്പോൾ കാണാൻ പറ്റും ഞാൻ ഇട്ടതൊക്കെ. സോ എല്ലാവരും ചെക്ക് ചെയ്യുക, പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. അതുപോലെ തന്നെ ബയോളജിയുടെ നമ്മൾ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്റർ നോട്ട്സ് ഇട്ടിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ്റെ ഇടാൻ പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.